മനസ്സിന് ഷോർട്ട് സർക്യൂട്ടാണത്. ഡൗട്ടും ഫിയറും, DF എന്ന് പറയും, FD എന്ന് പറയാം, എങ്ങനെയും പറയുന്നത്, ഫിയർ ആൻഡ് ഡൗട്ട്. FD എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇത് മനസ്സിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. FD. ഫിയറുണ്ട് ധാരാളം, ഡൗട്ടും ഉണ്ട്. ഞാൻ സംസാരിച്ച് ശരിയാവോ? ആ പരിപാടി ഞാനില്ല, അത് ഞാൻ സ്വാഗതം പറഞ്ഞാൽ ശരിയല്ല, അത് നിങ്ങൾ ചെയ്യും. ഷായന മാം, അത് നിങ്ങൾ ചെയ്യും. ആശംസ, ഞാനില്ല. വിഷ്ണു സാറേ, അത് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞാനില്ല, അത് ഞാൻ ശരിയാവില്ല, ഞാൻ ചെയ്ത് ശരിയാവില്ല, അത് ശരിയാവില്ല. ഈ ബാനറൊക്കെ ഞാൻ പിടിച്ചു വലിച്ച് കെട്ടാം, ആൾക്കാരൊക്കെ ഞാൻ പിടിച്ചു വരുത്തി എത്തിക്കാം, അവിടെ ഭക്ഷണമൊക്കെ ഞാൻ എത്തിക്കും, ബിരിയാണിയൊക്കെ സമയത്ത് 1 മണിക്ക് ഞാൻ എത്തിക്കും, നിങ്ങൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കരുത് പ്ലീസ്. ഇതാണ് നമ്മളെ പരിപാടി. അത് മാറ്റണം. അതിന് കാരണം ഈ ഡൗട്ടാണ്. ഞാൻ ചെയ്ത് ശരിയാവുമോ? നിങ്ങൾ ചെയ്ത് ശരിയാവേ, നിങ്ങൾ ചെയ്താലല്ലേ അറിയുള്ളൂ നിങ്ങൾ ചെയ്യുമല്ലേ എന്നുള്ളത്. ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തില്ലേ ഒരാൾ, ഇയാൾ ചെയ്താൽ ശരിയാവും നമുക്കറിയില്ല, ഇയാൾ ചെയ്തപ്പോൾ ശരിയായില്ലേ, ദാറ്റ്സ് ഓൾ. ഇങ്ങോട്ട് ചെയ്തു നോക്ക്. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്ക്. വൈഫ് പറയും ഞാൻ ഇത് ശരിയാവും ജോസഫേട്ടാ, നിങ്ങൾ ഉണ്ടാക്കി ജോസഫേട്ടാ, ഞാൻ സപ്പോർട്ട് തരാം. വൈഫ് ഹസ്ബൻഡ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, കഴിച്ചില്ലായില്ലേ. അപ്പം ഈ ഫിയറും ഡൗട്ടും മനസ്സിലേക്ക് പ്രവേശിപ്പിക്കരുത് പ്ലീസ്. ഇത് കയറിയ മനസ്സ് മുങ്ങിപ്പോവും മനസ്സ്. ആ മനസ്സിനെ രക്ഷിക്കാൻ ലോകത്തൊരു ട്രെയിനർക്കും കഴിയില്ല. ഡൗട്ടും ഫിയറും മനസ്സിൽ കയറിയാൽ കഴിഞ്ഞു. ഡൗട്ട് എങ്ങനെ വരിക? ഇത് പറഞ്ഞ രൂപത്തിൽ. ഫിയർ എങ്ങനെ വരിക? പേടി. മന്ത്രി അവിടെ ഉണ്ട്, ഇവരവിടെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ എന്ത് വിചാരിക്കും, എൻ്റെ കൂടെ പഠിച്ച വിഷൻ സാർ അവിടെ ഇരിക്കുന്നുണ്ട്, എന്നെ പഠിപ്പിച്ച HM അവിടെ ഇരിക്കുന്നുണ്ട്, ഇവരൊക്കെ അവിടെ കണ്ടപ്പോഴേക്ക് ഫിയർ കൂടി. അവരൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞാൻ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, എൻ്റെ വിഷയം ഞാൻ പറയും, ഞാൻ പോകും. അവരെ മുഖത്തേക്ക് നോക്കണ്ട, ഞാൻ ബാക്കോട്ടാ നോക്കുന്നത്, അവിടെ ഒരു ഷെൽഫ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങനെ പ്രസംഗിക്കാം. നിങ്ങൾക്ക് തുടക്കത്തിൽ അങ്ങനെ മതി. ഇവരൊന്നും നോക്കണ്ട, ഇവരെ നോക്കിയാൽ ധൈര്യം പോവുമെങ്കിൽ അങ്ങോട്ടോടേക്ക് നോക്കിക്കോ. പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ ചില ക്ലാസ് സർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, മതി. ആദ്യത്തെ സ്പീച്ച് അങ്ങനെ മതി, മറ്റന്നാളെ പിന്നെയും മാറും, അവസാനം നിങ്ങൾ ഇവരൊക്കെ നോക്കും. ഓക്കെ, ഇത് തീരില്ല, വലിയ വിഷയമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓൾ ഗ്രേറ്റ് സ്പീക്കേഴ്സ് വെയർ ബാഡ് സ്പീക്കേഴ്സ് അറ്റ് ഫസ്റ്റ്. ലോകത്തെ മഹാന്മാരായ എല്ലാ പ്രഭാഷകരും മോശം പ്രഭാഷകരായിരുന്നു എന്ന് റാൽഫ് വാൽഡോ എമേഴ്സൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വരുന്ന ധൈര്യം തരുന്ന അതാണ്. അവസാനത്തെ വാക്കത, ഓൾ ഗ്രേറ്റ് സ്പീക്കേഴ്സ് വെയർ ബാഡ് സ്പീക്കേഴ്സ് അറ്റ് ഫസ്റ്റ്. എല്ലാ മഹാന്മാരായ പ്രഭാഷകരും ഒരിക്കൽ മോശം പ്രഭാഷകരായിരുന്നു. എല്ലാവരുടെയും പശ്ചാത്തലം പരിശോധിച്ചോളൂ, നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പോൾ നമ്മുടെ നല്ല പ്രഭാഷകരിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ, സഭാകമ്പത്തോടെ, അങ്ങനെ പറയാം, സഭയോട് കമ്പമുള്ളവരായി നിങ്ങൾ മാറട്ടെ, ഇഷ്ടമുള്ളവരായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. എന്നെ ക്ഷമിച്ച പ്രിയപ്പെട്ട എല്ലാ പ്രഭാഷകർക്കും നന്ദി, നമസ്കാരം.